നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്ളൂർ. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഗോതമ്പ് മടക്ക് ദോശ അപ്പം ഉണ്ടാക്കിയാലോ? അതിനായി ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി, ഞാനിവിടെ ആശീർവാദ ആട്ടയാണ് എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്തുക, അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക, അതിനുശേഷം ഇച്ചിരി ഉപ്പ് ഒഴിക്കുക. അതിന് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചാൽ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ കലക്കി വെച്ചേക്കുന്ന മാവ് ഒരു ഫ്രൈ പാൻ ഗ്യാസിന് വേളി വെച്ച് ചൂടായതിന് ശേഷം ഇച്ചിരി നെയ്യ് അതിൻ്റെ മുകളിലോട്ട് പുരട്ടിയിട്ട് ഒരു തവി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞ് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഈ തിരിങ്ങി വെച്ചേക്കുന്ന തേങ്ങ ശകലം ഇടുക. അതിന് മുകളിൽ ഇച്ചിരി ശർക്കര ചീകി ഇടുക. ഈ ശർക്കരയും തേങ്ങയും ഈ ദോശയുടെ സെൻറ്ററിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ ഫ്രൈ പാൻ മൊത്തം ഉരുകി ശർക്കര പുറത്തു പോവും. അതിനുശേഷം ഒരു സൈഡ് പിടിച്ച് പൊക്കി മടക്കി വെക്കുക. മടക്കി വെക്കുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വേവും. അന്നേരം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അന്നേരം നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ ഇത് റെഡിയാവും. ഇച്ചിരി കഴിഞ്ഞ് ചെറിയ ചൂടോടെ ഇത് കഴിക്കാൻ നല്ല രസമാണ്. സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും നല്ല രുചിയോടെ കഴിക്കാൻ ഒരു കട്ടിയായിട്ട് വയറ്റിൽ കിടക്കുകയും ചെയ്യും. മധുരം വേണ്ടാത്തവർക്ക് ഈ ശർക്കര ഒഴിവാക്കാം, അല്ലെങ്കിൽ ശർക്കര വേണ്ടാത്തവർക്ക് മറ്റ് പഞ്ചസാര ഇട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. ചിലർ കരിപ്പൊട്ടി ഇടാറുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ ഗോതമ്പ് മടക്ക് അപ്പം റെഡിയായിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. ഒപ്പം ഒരു ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. വളരെ നന്ദി കണ്ടതിൽ.